എൻ്റെ പേര് ഷാജു മാത്യു എന്നാണ്. വീട്ടുപേര് പുതുപ്പള്ളിൽ. ഞങ്ങൾ എടൂരാണ് താമസം. വാസ്തുഗൃഹ പ്രദീപാണ് ഇതിൻ്റെ വർക്കെല്ലാം ചെയ്തത്. വളരെ നന്നായ രീതിയിൽ ഞങ്ങൾക്ക് കംപ്ലീറ്റ്ലി സാറ്റിസ്ഫൈഡാണ് ഈ വർക്കിൽ. വളരെ നന്നായിട്ട് അദ്ദേഹം ആ വർക്കെല്ലാം ഞങ്ങൾക്ക് ചെയ്തു തന്നു. ഏതാണ്ട് 8 മാസത്തിനുള്ളിൽ പുള്ളി ആ വർക്ക് കംപ്ലീറ്റ് ആയിട്ട് ചെയ്തു തന്നിട്ടുണ്ട്. 6 മാസമാണ് പുള്ളി പറഞ്ഞിരുന്നത്. ഞങ്ങളുടെ ആവശ്യപ്രകാരമാണ് പുള്ളി 2 മാസം കൂടെ നീട്ടി 8 മാസത്തിനുള്ളിൽ ആ വർക്ക് കംപ്ലീറ്റ് ചെയ്തു തന്നത്. പൂർണ്ണമായിട്ടും പ്രദീപ് തന്നെയാണ് ചെയ്തു തന്നത്. എല്ലാ A to Z കാര്യങ്ങൾ പുള്ളിയുടെ മേൽനോട്ടത്തിലാണ്. പുള്ളി പണിത് കുറേ വീടുകൾ ഞങ്ങൾ പോയി കാണാനിടയായി. അതെല്ലാം ഞങ്ങൾക്ക് വളരെയധികം സംതൃപ്തി തോന്നി ആ വർക്കിലെല്ലാം. അതുകൊണ്ടാണ് ഞങ്ങൾ പുള്ളിയെ സെലക്ട് ചെയ്തതും പുള്ളിക്ക് ആ വർക്ക് ഞങ്ങളെ ഏൽപ്പിച്ചതും. കുറേയെല്ലാം ഞങ്ങൾ സഹായിച്ചിട്ടുണ്ട്. പുള്ളി ആ എഗ്രിമെൻ്റ് എല്ലാം വെച്ചിട്ട് അതിന് കണക്കായിട്ടുള്ള രീതിയിലാണ് അതെല്ലാം ചെയ്യുന്നത്. അതിൻ്റെ അകത്ത് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളിൽ ഒരു ചെറിയ തോതിൽ പോലും മാറ്റം വരുത്താതെ എല്ലാം വളരെ കൃത്യമായിട്ട് പറഞ്ഞ രീതിയിൽ തന്നെ എല്ലാം ചെയ്തു തന്നിട്ടുണ്ട്. എന്ന് പറയുകയാണെങ്കിൽ പ്രദീപ് അത് സന്തോഷത്തോടെ തന്നെയാണ് മാറ്റുന്നത്. ചിലപ്പോൾ ഒരു ദിവസത്തെ പണി എടുത്തതിന് ശേഷമായിരിക്കും ഞങ്ങൾ മാറ്റാൻ പറയുന്നത്. അതൊന്നും ഒരു മടിയും കൂടാതെ പ്രദീപ് അത് മാറ്റി തരുമായിരുന്നു. പിന്നെ ഞങ്ങൾ എന്ത് പറഞ്ഞാലും പ്രദീപ് കേൾക്കുമായിരുന്നു. ഞങ്ങളോടൊരു ദേഷ്യത്തോടെ സംസാരിക്കുകയോ അങ്ങനെയൊന്നുമില്ല. എല്ലാം ഓക്കെയാണ് പുള്ളിക്കാരന്. ഞങ്ങൾ അങ്ങോട്ട് പറയുന്ന കാര്യങ്ങളെല്ലാം ഞങ്ങൾക്ക് ചെയ്തു തരുമായിരുന്നു. സാധനങ്ങൾ സെലക്ട് ചെയ്യുന്ന കാര്യത്തിലാണ് ഞങ്ങളുടെ ഇഷ്ടത്തിനാണ് ഞങ്ങൾ ഓരോന്നും സെലക്ട് ചെയ്ത്. പ്രദീപ് പറയുന്ന കടയിലൊന്നുമല്ല ഞങ്ങൾ പോയതും സാധനങ്ങളൊന്നും മേടിച്ച് ഞങ്ങളുടെ ഇഷ്ടത്തിനുള്ള ഞങ്ങളുടേതായ കടകളിൽ പോയി ഞങ്ങൾ മേടിച്ച് പ്രദീപിനോട് പറയും ഞങ്ങൾ ഇന്ന കടയിൽ പോയി സെലക്ട് ചെയ്തുകൊണ്ട് അത് പ്രദീപ് ഓക്കെയാണല്ല. അല്ല, പ്രദീപിന് ഒരു നിർബന്ധങ്ങളും ഇല്ലായിരുന്നു. നിങ്ങൾ ഇന്നടത്തുനിന്ന് ചെയ്യണം, ഇന്ന കാര്യങ്ങൾ ചെയ്യണമെന്നൊന്നും ഒരു നിർബന്ധവും ഇല്ലായിരുന്നു. എന്നാലും ഞങ്ങൾക്ക് ഭയങ്കര ഞങ്ങൾക്ക് പറ്റിയൊരു കോൺട്രാക്ടറെയാണ് ഞങ്ങൾക്ക് കിട്ടിയത്. വളരെ സന്തോഷമുണ്ട്. എൻ്റെ പേര് ആഷിൻ, ഷാജു മാത്യുവിൻ്റെ മകനാണ്. ഈ വീട് കംപ്ലീറ്റ് ആയിട്ട് വർക്ക് ചെയ്തിരിക്കുന്ന പ്രദീപ് ചേട്ടനാണ്. വാസ്തുഗ്രഹ എന്നാണ് പുള്ളിയുടെ കൺസ്ട്രക്ഷൻ്റെ കമ്പനിയുടെ പേര്. പുള്ളി ഞങ്ങളോട് ഉള്ള സമീപനം വളരെ നന്നായിരുന്നു. ക്യാഷിൻ്റെ കാര്യങ്ങളൊക്കെ പറയുകയാണെങ്കിലും വളരെ നീറ്റായിട്ടുള്ള ഇടപെടലും കാര്യങ്ങളൊക്കെ ആയിരുന്നു. നമ്മളങ്ങനെ ഓരോ എഗ്രിമെൻറ്റ് പ്രകാരം ഓരോ ടൈം പീരീഡിലായിരുന്നു ക്യാഷിൻ്റെ സെറ്റിൽമെൻറ്റ് ഉണ്ടായിരുന്നത്. പക്ഷെ നമ്മളതൊന്നും പാലിക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞില്ല. ഞങ്ങളുടെ ക്യാഷിൻ്റെ ഓരോ കുറവ് കാരണം അതൊന്നും പുള്ളി സാധിച്ചില്ല. എന്നാലും നമുക്ക് ഉള്ള രീതിയിലൊക്കെ പുള്ളി കൊടുത്തു തീർത്തും ലാസ്റ്റ് ഫൈനൽ ആയതേ മൊത്തം കംപ്ലീറ്റ് ചെയ്യുകയും അങ്ങനെയാണ് ചെയ്തത്. ആ രീതിയിലുള്ള കാര്യത്തിലൊന്നും പുള്ളിക്ക് അങ്ങനത്തെ ഒരു മിസ്ബിഹേവോ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. ഇപ്പം ഇത് ക്യാഷ് കിട്ടിയില്ല അതുകൊണ്ട് പണി സ്റ്റോപ്പ് ചെയ്യണം അങ്ങനത്തെ വർത്തമാനങ്ങളോ കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ഇൻറ്റീരിയർ ഡിസൈനിങ്ങിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമ്മളെന്തെങ്കിലും ഒരു റെഫറൻസ് പറയുമ്പം പുള്ളി ആ റെഫറൻസ് വെച്ചിട്ടുള്ള ഒരുപാട് മോഡലുകൾ അയച്ചു തരികയും അതിൽ നിന്നും ബെസ്റ്റ് ആയിട്ടുള്ളതും പിന്നെ നമ്മുടേതായ ഒരു ഭാവന അനുസരിച്ച് ഡിസൈൻ ചെയ്യാനും റീക്രിയേറ്റ് ചെയ്യാനും എല്ലാം പുള്ളി ഹെൽപ്പ് ചെയ്യുകയും സഹായിക്കുകയും അതിനനുസരിച്ച് ചെയ്യാനും അതിനൊരു ഇത് ചെയ്യാൻ പറ്റില്ല, ഇത് എക്സ്പെൻസീവ് ആണ് അങ്ങനെ ഒരു ടോക്കോ കാര്യങ്ങളോ പുള്ളിയുടെ ഭാഗത്ത് ഉണ്ടായിട്ടില്ല. പുള്ളി എന്തായാലും നമ്മൾ ആഗ്രഹിച്ച രീതിയിൽ ഞങ്ങൾക്കിത് പണിത് പൂർത്തിയാക്കാൻ എല്ലാം സാധിച്ചു. പിന്നെ ഞങ്ങൾ ഈ പുള്ളിയെ മെയിനായിട്ട് ചൂസ് ചെയ്യാൻ കാരണം പുള്ളി ചെയ്ത വർക്കുകളെല്ലാം ഞങ്ങൾ നോക്കുകയും അതിലെല്ലാം ഭയങ്കര സാറ്റിസ്ഫൈഡും ആയിരുന്നു. പിന്നെ അത് മാത്രമല്ല പുള്ളിയുടെ വർക്കുകളെല്ലാം ഭയങ്കര ബഡ്ജറ്റും ആയിരുന്നു. ബാക്കി കൺസ്ട്രക്ഷൻ ഈ ഫീൽഡിലുള്ള മേഖലയിലുള്ള ആൾക്കാരെല്ലാം കൺസിഡർ ചെയ്യുമ്പം പുള്ളി ഭയങ്കര ബഡ്ജറ്റായിട്ടാണ് എല്ലാ കാര്യങ്ങളും ചെയ്തു തരുന്നത്. അതുകൊണ്ട് തന്നെയാണ് മെയിനായിട്ട് പുള്ളിയെ ഞങ്ങൾ ചൂസ് ചെയ്യാൻ കാരണം. പിന്നെ പുള്ളിയുടെ വർക്കേഴ്സിനെ പറ്റി പറയുകയാണെങ്കിൽ എല്ലാ ദിവസവും തന്നെ വർക്കേഴ്സ് വരികയും അവരെല്ലാം തന്നെ ഫുൾ ടൈം വർക്ക് ചെയ്യും. എല്ലാവരും തന്നെ നല്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള വർക്കേഴ്സാണ് പുള്ളിക്ക് ഉണ്ടായിരുന്നത്.